ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. ഞാൻ സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവും. ഇക്കാനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി നമ്മൾ റൂമിലോട്ട് പോന്നു. ഇനി റൂമിൽ കുറച്ച് ദിവസം കൂടി നിൽക്കണം. കാരണം സർജറി കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം റൂമിൽ നിന്നിട്ടായിരിക്കും നാട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്ചാർജിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. ഡെയിലി ക്ലീൻ ആക്കുന്നതാണ്, പക്ഷേ ചെറിയ പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ചെറുതായിട്ടൊന്ന് തുമ്മാനോ അല്ലെങ്കിൽ ചുമയ്ക്കാനൊക്കെ വരുമ്പോൾ സ്റ്റിച്ചിൻ്റെ ഭാഗത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് സർജറി ആണെങ്കിലും നമ്മൾ അത്രയും നല്ല കെയർഫുൾ ആവുന്നത് വളരെ നല്ലതാണ്. സ്റ്റിച്ച് ഉണങ്ങാനും പിന്നെ നമ്മൾ അതിന് പുറമേയുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെപ്പോഴും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞവർക്ക് എപ്പോഴും ഒരു പീസ് ഓഫ് മൈൻഡാണ് വേണ്ടത്. അതായത് നമ്മൾ കുറേ ആൾക്കാർ വന്നിട്ട് അയ്യോ ഇതെന്തോ വലിയ സംഭവമാക്കിയെടുത്ത് കരച്ചിലും ബഹളവും അങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നേക്കാളും നല്ലത് വിസിറ്റേഴ്സിൻ്റെ മാക്സിമം അലോ ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് പൊതുവേ എൻ്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സഹതപിച്ച് കാണുന്നത് എനിക്ക് താല്പര്യമില്ല. രണ്ടാമതായിട്ട് എന്താ പറയുക, ഈ ഇൻഫെക്ഷൻ, ഇപ്പോൾ വൈറൽ ഫീവർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സഹതാപം കൊണ്ട് ഭയങ്കര കരഞ്ഞ് സങ്കടപ്പെട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമമാണ്, കാണുന്നവർക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടോ. രണ്ടാമതായിട്ട് ഈ വൈറൽ ഇൻഫെക്ഷന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിസിറ്റേഴ്സിനെ മാക്സിമം അലോ ചെയ്യരുതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്യാവശ്യം വലിയൊരു സർജറിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നാട്ടിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ അത്രയും കെയർഫുൾ ആവണമെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും കാര്യത്തിൽ ഞാൻ പറയാം, പൊതുവേ ഉള്ളൊരു അഭിപ്രായം പറയാം കേട്ടോ. അതായത് എപ്പോഴും പ്രായം ആയവരുടെ കേസ് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പോകുന്നവർക്ക് അവരുടെ ഭാര്യ മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ വയ്യാതെ വീട്ടിലോട്ട് ആൾക്കാർ വരുമ്പോൾ കാണാൻ വരുന്നവർ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പം വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, അയ്യോ ഇങ്ങനെ ക്ഷീണിച്ചല്ലോ അങ്ങനെയൊക്കെ പറയുമ്പം അത് കേൾക്കുന്ന നമുക്കത് ഭയങ്കരമായിട്ട് ഫീലാവും. അതുപോലെ തന്നെ ആ ഒരു പേഷ്യൻ്റാണെന്ന് തോന്നിക്കാണ്ട് നമ്മളിങ്ങനെ കൊണ്ടെടുക്കുന്നത്. അപ്പോൾ ഈ വരുന്നവരൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് ആയിപ്പോയല്ലോ എന്ന് ആ ഒരു ഫീല് വരും. ഓക്കെ, അപ്പോൾ മാക്സിമം വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാണ്ടിരിക്കുകയാണ് ഈ ഒരു കേസിൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അൽഹംദുലില്ലാഹ് ഡിസ്ചാർജിങ് ദിവസമാണ്. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇക്ക ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാഹ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. പക്ഷേ ഡിസ്ചാർജ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയിട്ടാണ്. അപ്പം ഞാൻ ഹോസ്പിറ്റലിലെത്താൻ നേരത്തെ കുറച്ച് സ്വീറ്റ്സും കൊണ്ടാണ് പോകുന്നത്. കാരണം ഒരു സന്തോഷമല്ലേ. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കുറച്ചധികം ദിവസം നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ നന്നായിട്ട് പരിചയമുണ്ട്. പിന്നെ ഡോക്ടർ ഒന്നും വരില്ല കേട്ടോ. ഡോക്ടർ തലേ ദിവസം തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇക്കാനെ പരിചയമുള്ള ഡോക്ടറാണ്. അപ്പം ഇന്ന് പോയിക്കോളൂ, ഞാൻ വേറെ ദിവസം വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് കാണണം വേറെ ദിവസം. അപ്പം ഡോക്ടർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കേണ്ടിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പം സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോവാണ്, ഹോസ്പിറ്റലിലെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റർ മലയാളിയാട്ടോ. അങ്ങനെ വേറൊരു മലയാളി സിസ്റ്ററും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ റൂമിൽ ഇന്ന് മൈബോളപ്പം ഉള്ളത്. അപ്പോൾ ഇക്കാൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുണ്ടാവും നല്ല ഹാപ്പിയാണ് ആൾ. നാട്ടിലേക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്വീറ്റ്സൊക്കെ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. പിന്നെ എന്താ, ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കുറച്ച് ദിവസത്തെ ഒരു എന്താ പറയുക, മക്കൾക്ക് ഹാപ്പിയാണ്. പിന്നെ നമ്മളിങ്ങനെ ഹോസ്പിറ്റൽ റൂം അങ്ങനെ ഇങ്ങനെ നടക്കില്ലേ. അപ്പോൾ റൂമിലോട്ട് വരിക എന്ന് പറയുമ്പോൾ
കുറച്ച് ദിവസം റൂമിൽ നിൽക്കണം, എന്നാലും അത് ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം അത് അനുഭവിച്ചറിഞ്ഞവർക്കേ അത് മനസ്സിലാവുള്ളൂ. കുറേ ദിവസം ഹോസ്പിറ്റലിൽ നിന്നിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ, വീട്ടിലല്ലെങ്കിലും റൂമിലോട്ട് പോകല്ലേ. പിന്നെ ബില്ല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, കുറച്ചും കൂടി പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഇക്കാക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ഫുഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ളത്. ഇക്കാക്ക് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇക്കാൻ്റെ ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. ഇക്ക പിന്നെ വീട്ടിൽ നിന്ന് സമാധാനത്തിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഗ്യാസ് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കാര്യത്തിന് ചിരിക്കുക കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. ഇക്കാൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിയുന്നുണ്ടാവും ആ ഒരു സന്തോഷം മുഖത്തുണ്ട് ഇക്കാൻ്റെ. അതുപോലെ ഇക്കാൻ്റെ അസുഖത്തിൻ്റെ കാര്യം കുറേ ആൾക്കാർ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായത്, മുമ്പത്തെ അസുഖം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഇക്കാൻ്റെ അസുഖമൊക്കെ മാറിയ ശേഷം ഇൻഷാ അല്ലാഹ് സാവകാശം ഞാൻ പറയാം. കാരണം ഇപ്പം നടന്നതൊരു മേജർ സർജറി തന്നെയാണ്. അപ്പം അത് നമ്മളൊന്ന് റിക്കവർ ആയ ശേഷം അതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി നമ്മൾ നാട്ടിലെത്തി നമ്മളൊന്ന് കൂളായ ശേഷം പറയുന്നതായിരിക്കും എനിക്കും സമാധാനം, നിങ്ങൾക്കും അതായിരിക്കും കേൾക്കാൻ താല്പര്യം. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അതിങ്ങനെ വിശദീകരിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഒക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന കാര്യങ്ങളല്ല ഇപ്പം നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിനുള്ള മറുപടി. അപ്പം അത് ബില്ലാട്ടോ, ഓരോ കാര്യത്തിൻ്റെ ബില്ല് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ബില്ല് പേ ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മളിതാ റൂമിലോട്ട് പോവാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ് ഈ ബെൽറ്റ് കെട്ടിയത് എന്തിനാണെന്നുള്ളതൊക്കെ. അത് ഇങ്ങനെ വയറിൻ്റെ സർജറി കഴിഞ്ഞവർക്ക് അങ്ങനെ ബെൽറ്റ് കെട്ടുന്നത് ഏറ്റവും നല്ലതാണ്. കുറച്ച് കാലത്തേക്ക് നമ്മൾ ബെൽറ്റ് കെട്ടണം. വയറിൻ്റെ ഓപ്പൺ സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. അല്ലെങ്കിൽ ഹെർണിയ പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ വയറൊക്കെ ഒന്ന് സർജറി ചെയ്തതല്ലേ, അപ്പം അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബെൽറ്റ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ബെൽറ്റ് കെട്ടണം, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇനിയിപ്പോൾ ഇക്കാക്ക് ബെൽറ്റ് കെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ബെൽറ്റ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ നമ്മൾ ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ റൂമിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ മക്കളും ഷാബിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഷാബിനോട് കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇനിയിപ്പം മക്കൾ ഒറ്റക്കാക്കിയിട്ട് ഇങ്ങോട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സമാധാനക്കേടല്ലേ. അങ്ങനെ നമ്മളിതാ നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്, റൂമിലോട്ട് പോവാണ്. നാട്ടിലേക്കെല്ലാം പോകുന്നെങ്കിലും ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താ പറയുക, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അത് റൂയിമോളിലെ ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവളുടെ സംസാരം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. പിന്നെ ഇക്കാൻ്റെ കൂടെ നിൽക്കലും കുറേ നേരം ഒരു ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ ഇക്കാനെ മുഖത്ത് നോക്കി നിൽക്കുക, അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ സർജറിൻ്റെ സമയത്ത് ഇക്കാൻ്റെ വീട്ടിലുള്ളവരാരും വന്നില്ലേന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയായിരുന്നു. ഞാനായിട്ട് പറഞ്ഞതാണ് വരണ്ടാന്ന്. കാരണം ഇവിടെ ഹോസ്പിറ്റലിൽ അങ്ങനെ എല്ലാവരും കൂടി അലോ ചെയ്യൂല. അതുപോലെ തന്നെ നമ്മുടെ റൂമിലാണെങ്കിലും 6 പേർക്കുള്ള റൂമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ഒരാൾ വരുവാണെങ്കിൽ നമ്മളതിൽ വ്യക്തമായിട്ടുള്ള കാരണം കൊടുക്കണം. അല്ലാണ്ട് എല്ലാവരും കൂടി നമ്മൾ റൂമിൽ താമസിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തിനാ വരുന്നത്, നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റായിട്ട് വന്നില്ല. അപ്പം നമ്മളെപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്ത് ഇക്കാനെ കാണിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മാബിളാപ്പ, ഷാബിന് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞതാണ്. എക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണ്ടാന്ന്. അതുകൊണ്ട് മാത്രമാണ് അവരൊന്ന് വരാഞ്ഞത് കേട്ടോ. ആരൊന്ന് പപ്പാക്ക് എന്താണ് പപ്പാക്ക് ബൂബു എവിടെയാണ്? ബൂബുണ്ടോ? തൊടരുതിട്ടോ, കണ്ടോ? പേടിയായോ? എന്തേ?
അപ്പോൾ പലരും കമൻസിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി കൊടുക്കാൻ ഒറ്റ വാക്കിൽ മറുപടി കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പലർക്കും മറുപടി കൊടുക്കാത്തത്. അൽഹംദുലില്ലാ എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ആ ഒരു സപ്പോർട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സപ്പോർട്ടുണ്ട്. അത് ഇല്ലാണ്ട് നമുക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും ഹജ്ജിന് പോയതാട്ടോ. അതുകൊണ്ടാണ് ഉപ്പാനും ഉമ്മാനെയും കാണാത്തത്. ഓക്കെ, അവർ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ. കണ്ടോ, റോയിമോൾ ഫുൾ ടൈം ഇക്കാൻ്റെ കൂടെ തന്നെയാണ്. അത്രയും ആൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇക്കയാണെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട്, റോയിമോളാണെങ്കിലും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കാമെന്ന് അറിയില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുത്തിട്ടുമില്ല കേട്ടോ. ഇനി അടുത്തായിട്ട് റോയിമോൾക്ക് ഞാൻ വരുന്ന സമയത്ത് അവൾക്ക് പുറത്തുനിന്ന് ഇക്ക വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും റോയിമോളും റോസും കൂടി ഒന്ന് പുറത്ത് പോവാണ്. അവൾ താഴെ ഗ്രോസറി ഉണ്ട്. അപ്പം എന്താ പറയുക, ഇക്ക പൈസ കൊടുത്താണ് കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ്. വേടക്ക് റോസ് എടുത്തോളൂ, കുട്ടിക്ക് എടുത്തെടുക്കുക റോസ്. എന്താ എന്താ എന്ത് ഒഴിക്ക് വേറെന്താ വേണ്ടേ? ലോലിപോപ്പ് എടുത്തോ. ഏത് ലോലിപോപ്പ്? അതോ ഒന്നെടുത്ത് പൊട്ടിച്ചെടുത്തു. ഒഴിക്ക് വേറെന്താ വേണ്ടേ? ഇതല്ലേ ഇനി വേണോ വേറെ എന്തെങ്കിലും? ഉയ്ക്ക് വേറെന്താ വേണ്ടേ? ഇനി എന്താണ്? ബിസ്ക്കറ്റ് ആണോ? വാ വാ, കം കം. ഏതാ വേണ്ടേ? ആ ബിസ്ക്കറ്റ് വേണ്ടേ? ഓക്കെ, ഓക്കെ മതിയില്ലേ? മതി, ഓക്കെ ഡൺ. ഇനി ഡ്യൂട്ടി പോ, ഇനി പൈസ കൊടുക്ക. കാണിച്ചു കൊടു, കാണിച്ചു കൊടു. ഓക്കെ ഓക്കെ ഉയ് ഡൺ പറ. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. നമ്മൾ റോയിമോളം കൊണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിന് പോകുമ്പോഴേ ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴേ നമ്മൾ ചോദിക്കുമല്ലോ, റോയിക്കിനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമല്ലോ. അപ്പം അതാണ് അവൾ പറയുന്നത്, റോയിക്കിനി എന്താ വേണ്ടേ, റോയിക്കിനി എന്താ വേണ്ടേ എന്നുള്ളത്. അതായത് ഇനിയും എന്തെങ്കിലും വേണം, അടുത്തെന്തെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ആ ഒരു വോയിസിൽ റോയിക്ക് എന്താ വേണ്ടേ, റോയിക്ക് എന്താ വേണ്ടതെന്ന് അവൾ തന്നെ ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മുംബൈയിൽ നല്ല മഴയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ. ഇക്കാക്ക് അരിപ്പൊടി വെച്ചിട്ടുള്ള നമ്മൾ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഡെലിവറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ മക്കളെ ആക്കിയിട്ട് ഞാനും മൈബിളപ്പയും കൂടി ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ നോക്കാൻ പോവാണ്. അരിപ്പൊടിയാണ് മെയിൻ, പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേ കിട്ടിയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴ കാരണം ഡെലിവറി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നത് കേട്ടോ. ഞാൻ ഇവിടുന്ന് മുമ്പ് വേറൊരു അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ അരിപ്പൊടി കൊണ്ട് നീർദോശ പറ്റുന്നില്ല, എങ്ങനെ ആക്കിയിട്ടും നീർദോശ കൊണ്ട് റെഡി ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും ഇനിയിപ്പം റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. നന്നാവുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പക്ഷേ ഈ അരിപ്പൊടി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി ഇതാ മുല്ലപ്പൂവൊക്കെ അവിടെ കോർക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പീസിന് അവർ 50 രൂപയോ അങ്ങനെ എന്തോ പറഞ്ഞത്, ചെറിയ ഒരു പീസിന്. അപ്പം റോയിക്കും റീനും റോസിനും ഒക്കെ വേണ്ടി വരും കൊണ്ടുപോകുകയാണെങ്കിൽ. അപ്പോൾ പിന്നെ വാങ്ങിക്കേണ്ട വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ പച്ചക്കറികൾ എന്തെങ്കിലും വേണം. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ വെജിറ്റബിൾസും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ.
അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു. പിന്നെ കണ്ടിട്ട് ഫ്രഷാന്ന് തോന്നുന്നത്, പക്ഷേ ആ വെച്ച സ്ഥലങ്ങൾ എനിക്കത് വലിയ എൻ്റെ ഇഷ്ടമായില്ല. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഷോപ്പിംഗ് മാളിലും പോയിട്ട് പിന്നെ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇതാ ഇവിടുന്ന് പച്ചക്കറികൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മക്കൾ കുറേ ദിവസമായിട്ട് പാനിപൂരി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാനിപൂരി ഉണ്ടാക്കുന്ന സംഭവം കുറച്ച് വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ പച്ചക്കറികൾ കുറച്ച് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം കുറേ ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇന്ന് എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് എത്ര പറഞ്ഞാലും തീരൂല, അത്രയും സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇപ്പോൾ സന്തോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതല്ല ഇത് കേട്ടോ, എന്നാലും സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.